ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിൻ്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ 2025 ലോഗോസിന് ന്യായാധിപന്മാരിൽ നിന്ന് പഠിക്കാനുള്ള അവസാനത്തെ വീഡിയോയാണ്. ചോദ്യോത്തരങ്ങൾ പഠിക്കുന്നതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുകയാണ്. ഒരു ദിവസം ഒരു അധ്യായം എന്ന ക്രമത്തിലാണ് മോക്ക് ടെസ്റ്റുകൾ നടത്തി വരുന്നത്. ആഴ്ചയിൽ 3 മോക്ക് ടെസ്റ്റ് എന്ന ക്രമത്തിലാണ് നടത്തുന്നത്. ഏതാനും മോക്ക് ടെസ്റ്റുകൾ നടന്നു കഴിഞ്ഞു. 100 മോക്ക് ടെസ്റ്റുകളാണ് ആകെ നടത്തപ്പെടുന്നത്. അതിൽ പങ്കെടുക്കുന്നതിന് ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ ഫീസ് അടച്ചതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക. ഒന്നാമത്തെ ചോദ്യം, ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ ഒരു വിടവ് സൃഷ്ടിച്ചതാര്? കർത്താവ്. ചോദ്യം 2, ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് സൃഷ്ടിച്ചതെന്ത്? ഒരു വിടവ്. 3, ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ആർക്കാണ് ബെഞ്ചമിൻ വംശജരോട് അലിവ് തോന്നിയത്? ജനത്തിന്. 4, ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ആരോടാണ് അലിവ് തോന്നിയത്? ബെഞ്ചമിൻ വംശജരോട്. 5, ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് തോന്നിയതെന്ത്? അലിവ്. 6, ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക? ഇപ്രകാരം പറഞ്ഞതാര്? സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ. 7, ബെഞ്ചമിൻ വംശജരോട് ജനത്തിന് അലിവ് തോന്നിയപ്പോൾ സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞതെന്ത്? ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക? 8, ആർക്കുകൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക എന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ബാക്കിയുള്ളവർക്ക് കൂടി. 9, എവിടുത്തെ സ്ത്രീകൾ അറ്റുപോയല്ലോ എന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ തുടർന്ന് പറയുന്നത്? ബെഞ്ചമിൻ ഗോത്രത്തിൽ. 10, ബെഞ്ചമിൻ ഗോത്രത്തിൽ ആര് അറ്റുപോയല്ലോ എന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറയുന്നത്? സ്ത്രീകൾ. 11, ബെഞ്ചമിൻ ഗോത്രത്തിൽ സ്ത്രീകൾ അറ്റുപോയല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർ പറയുന്നത് എന്ത്? ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ. 12, എന്തിനു വേണ്ടി ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് അവകാശം വേണമല്ലോ എന്നാണ് അവർ പറഞ്ഞത്? ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ. 13, എവിടെ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിക്കുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ എന്നാണ് അവർ പറഞ്ഞത്? ഇസ്രായേലിൽ. 14, ഇസ്രായേലിൽ എന്ത് മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിക്കുന്നവർക്ക് ഒരവകാശം വേണമല്ലോ എന്നാണ് അവർ പറഞ്ഞത്? ഒരു ഗോത്രം. 15, ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ആർക്ക് ഒരവകാശം വേണമല്ലോ എന്നാണ് അവർ പറഞ്ഞത്? ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക്. 16, ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് ഒരവകാശം വേണമല്ലോ, എന്നാൽ ആരെ അവർക്ക് ഭാര്യമാരായി നൽകുക സാധ്യമല്ല എന്നാണ് അവർ പറയുന്നത്? നമ്മുടെ പുത്രിമാരെ. 17, നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി നൽകുക സാധ്യമല്ല. കാരണം എന്ത്? ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുണ്ട്. 18, ആർക്ക് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്നാണ് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുള്ളത്? ബെഞ്ചമിൻ വംശജന്. 19, ബെഞ്ചമിൻ വംശജന് ആരെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്നാണ് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുള്ളത്? ഭാര്യയെ. 20, ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ആരാണ് ശപഥം ചെയ്തിട്ടുള്ളത്? ഇസ്രായേൽ ജനം. 21, എവിടെയുള്ള ഷീലോയിലാണ് കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കാറുള്ളത്? ബഥേലിന് വടക്കും ബഥേലിൽ നിന്ന് ഷെക്കെമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലാബോനയ്ക്ക് തെക്കും. 22, ബഥേലിൻ്റെ ഏതു ഭാഗത്താണ് ഷീലോ? വടക്ക്.
23 ബഥേലിൽ നിന്നും എവിടേക്കുള്ള പെരുവഴിയുടെ കിഴക്കാണ് ഷീലോ, ഷെക്കെമിലേക്കുള്ള. 24 എവിടെ നിന്ന് ഷെക്കെമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കാണ് ഷീലോ, ബഥേലിൽ നിന്ന്. 25 ലെബോനയുടെ ഏതു ഭാഗത്താണ് ഷീലോ സ്ഥിതി ചെയ്യുന്നത്? തെക്ക്. എന്തിൻ്റെ തെക്കു ഭാഗത്താണ് ഷീലോ സ്ഥിതി ചെയ്യുന്നത്? ലെബോനയുടെ. 27 ബഥേലിന് വടക്കും ബഥേലിൽ നിന്ന് ഷെക്കെമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലെബോനയ്ക്ക് തെക്കുമുള്ള ഷീലോയിൽ ആരുടെ ഉത്സവമാണ് വർഷം തോറും ആഘോഷിക്കാറുള്ളത്? കർത്താവിൻ്റെ. 28 ബഥേലിന് വടക്കും ബഥേലിൽ നിന്ന് ഷെക്കെമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലെബോനയ്ക്ക് തെക്കുമുള്ള ഷീലോയിൽ കർത്താവിൻ്റെ ഉത്സവം എപ്പോഴാണ് ആഘോഷിക്കാറുള്ളത്? വർഷം തോറും. 29 ബെഞ്ചമിൻകാരോട് അവർ, അതായത് ശ്രേഷ്ഠന്മാർ, നിർദ്ദേശിച്ചത് എന്ത്? നിങ്ങൾ പോയി മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ. 30 നിങ്ങൾ പോയി മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ എന്ന് അവർ, ശ്രേഷ്ഠന്മാർ, നിർദ്ദേശിച്ചത് ആരോട്? ബെഞ്ചമിൻകാരോട്. 31 നിങ്ങൾ പോയി മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുവിൻ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർ, ശ്രേഷ്ഠന്മാർ, പറയുന്നത് എന്ത്? ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്നും പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ. 32 എവിടത്തെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്നും പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ എന്നാണ് അവർ, ശ്രേഷ്ഠന്മാർ, പറഞ്ഞത്. ഷീലോയിലെ. 33 ഷീലോയിലെ യുവതികൾ എന്തു ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ എന്നാണ് അവർ പറഞ്ഞത്. നൃത്തം ചെയ്യാൻ. 34 ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ എവിടെ നിന്നും പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ എന്നാണ് അവർ പറഞ്ഞത്. മുന്തിരിത്തോട്ടത്തിൽ നിന്നും. 35 ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി എവിടേക്ക് പോകുവിൻ എന്നാണ് അവർ, ശ്രേഷ്ഠന്മാർ, പറഞ്ഞത്? ബെഞ്ചമിൻ ദേശത്തേക്ക്. 36 അവരുടെ ആരെല്ലാം പരാതിയുമായി ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ അവരോട് സമാധാനം പറഞ്ഞുകൊള്ളാം എന്നാണ് അവർ, ശ്രേഷ്ഠന്മാർ, പറഞ്ഞത്? അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ? 37 അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതിയുമായി ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ അവരോട് എന്തു പറഞ്ഞുകൊള്ളാം എന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? അവരോട് ക്ഷമിക്കുവിൻ. യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല, നിങ്ങൾ അവർക്ക് കൊടുത്തതുമില്ല. കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാകുമായിരുന്നു. 38 അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതിയുമായി സമീപിക്കുമ്പോൾ സമാധാനം പറയുന്നതിൽ ആദ്യം പറയുന്നത് എന്ത്? അവരോട് ക്ഷമിക്കുവിൻ. 39 അവരോട് ക്ഷമിക്കുവിൻ. എപ്പോൾ ഞങ്ങൾ അവർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്തിയില്ല എന്നാണ് ശ്രേഷ്ഠന്മാർ പറയുന്നത്? യുദ്ധത്തിൽ. 40 യുദ്ധത്തിൽ ഞങ്ങൾ അവർക്കായി എന്ത് കൈവശപ്പെടുത്തിയില്ല എന്നാണ് അവർ പറയുന്നത്? സ്ത്രീകളെ. 41 ആര് അവർക്ക് സ്ത്രീകളെ കൊടുത്തതുമില്ല എന്നാണ് തുടർന്ന് ശ്രേഷ്ഠന്മാർ പറയുന്നത്? നിങ്ങൾ. 42 നിങ്ങൾ അവർക്ക് സ്ത്രീകളെ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ആരാകുമായിരുന്നു എന്നാണ് ശ്രേഷ്ഠന്മാർ പറയുന്നത്? കുറ്റക്കാർ. 43 ബെഞ്ചമിൻ ഗോത്രജർ എന്ത് അനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച്. 44 ആരാണ് തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയത്? ബെഞ്ചമിൻ ഗോത്രജർ. 45 ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ആരെയാണ് നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്നും പിടിച്ചു കൊണ്ടുപോയത്? ഭാര്യമാരെ. 46 ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ എവിടെ നിന്നാണ് പിടിച്ചു കൊണ്ടുപോയത്? നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്നും. 47 ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ഏതു സ്ഥലത്ത് മടങ്ങിച്ചെന്നാണ് പട്ടണം പുതുക്കി അവിടെ വസിച്ചത്? തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത്.
48 തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് അവർ എന്തു ചെയ്താണ് അവിടെ വസിച്ചത്? പട്ടണം പുതുക്കി. 49 ഇസ്രായേൽ ജനം അവിടെ നിന്നും മടങ്ങി എവിടേക്കാണ് പോയത്? ഓരോരുത്തരും താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും. 50 ഇസ്രായേൽ ജനം അവിടെ നിന്നും മടങ്ങി ഓരോരുത്തരും എവിടെയെല്ലാം പോയതായാണ് ന്യായാധിപന്മാർ 21-24 പറഞ്ഞിരിക്കുന്നത്? താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും. 51 അക്കാലത്ത് ഇസ്രായേലിൽ ആരില്ലായിരുന്നു എന്നാണ് ന്യായാധിപന്മാർ 21-25 പറഞ്ഞിരിക്കുന്നത്? രാജാവ്. 52 ഇസ്രായേലിൽ രാജാവില്ലായിരുന്ന അക്കാലത്ത് ഓരോരുത്തരും ചെയ്തതെന്ത്? തനിക്ക് യുക്തം എന്ന് തോന്നിയത്. അതായത് തനിക്ക് യുക്തമെന്ന് തോന്നിയത് അവർ ചെയ്തിരുന്നു. കാരണം അക്കാലത്ത് ഇസ്രായേലിൽ രാജാവുണ്ടായിരുന്നില്ല. 53 ഇസ്രായേലിൽ രാജാവില്ലാതിരുന്ന അക്കാലത്ത് തനിക്ക് യുക്തം എന്ന് തോന്നിയത് ചെയ്തിരുന്നത് ആര്? ഓരോരുത്തരും. ഇങ്ങനെ 53 ചോദ്യങ്ങളാണ് ന്യായാധിപന്മാർ 21 അധ്യായത്തിന്റെ 2 ഭാഗത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതോടെ ന്യായാധിപന്മാരിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി കഴിയുകയാണ്. നാളെ മുതൽ തന്നെ പ്രഭാഷകൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങും. ഈ മാസം അവസാനത്തോടെ മുഴുവൻ വീഡിയോകളും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന് കഴിഞ്ഞില്ല എങ്കിൽ അടുത്ത മാസം പകുതിക്ക് മുൻപ് തന്നെ മുഴുവൻ അധ്യായങ്ങളുടെയും വീഡിയോസ് 35 അധ്യായങ്ങളുടെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യപ്പെടും. എല്ലാവരും നന്നായി പഠിക്കുക. ഒരു ദിവസം ഒരു അധ്യായം എന്ന ക്രമത്തിലെങ്കിലും പഠിച്ചു പോകാൻ പരിശ്രമിക്കുക. മോക്ക് ടെസ്റ്റുകൾ അതിന് സമാന്തരമായി നടത്തുന്നുണ്ട്. വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നുണ്ട്. പരമാവധി ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പുസ്തകം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. പ്രിന്റിങ്ങിന് കൊടുത്തു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുസ്തകം പ്രിന്റ് ചെയ്ത് കിട്ടും. പുസ്തകം പ്രിന്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരാം. പേര് രജിസ്റ്റർ ചെയ്തവരുടെ പേര് എഴുതി വച്ചിട്ടുണ്ട്. പുസ്തകം വരുന്ന മുറയ്ക്ക് നിങ്ങളെ ഇൻഫോം ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് കളക്ട് ചെയ്ത് പുസ്തകം അയച്ചു തരുന്നതായിരിക്കും. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.